ഹലോ, ഇന്ന് ഞാനേ ഒരു ചെറിയ കുട്ടിയുടെ ക്രോപ്പ് ടോപ്പ് ചെയ്യാം, ഞങ്ങളുടെ പീലി കുഞ്ഞിൻ്റെ. അപ്പോൾ എന്താ ബാക്കിൽ ഇതുപോലെ ഹുക്സൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ലീവ് കൊടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ, ഒന്നുകിൽ ചെറിയ ചെറിയ ചുരുക്കുകൾ പോലെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പ്ലീറ്റുകൾ പോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ഏതാണ് നന്നാവുക എന്നുള്ളതൊരു ആലോചനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഫ്രണ്ട് ബോഡീസിൽ ചെറിയൊരു വീക്ക് കട്ടും കൂടി കൊടുത്തിട്ടുണ്ടോ, ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിൽ ഹാങ്ങിങ്സ് ഒക്കെ ചെയ്യണം, അതുപോലെ ഹാൻഡ് വർക്ക് ചെയ്യണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. റോ എഡ്ജ് നമ്മൾക്ക് മറയ്ക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഓവർലോക്ക് മെഷീൻ ഇല്ല. അപ്പോൾ ഞാൻ പലപ്പോഴും കുട്ടികളിൽ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അതിനായിട്ട് നമ്മൾ സാധാരണ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മളെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് സൈഡ് ജോയിൻ ചെയ്യുക. അതിന് പകരം നമ്മൾ റോങ് സൈഡുകൾ ഒരുമിച്ച് വെച്ചിട്ട് ആദ്യം ഒരു 1/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മൾ നല്ല വശവും ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ എത്ര ഇഞ്ചാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് റോ എഡ്ജ് മറഞ്ഞിട്ട് കിട്ടുകയും ചെയ്യും, വളരെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവാം, അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു.